ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മൈനിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് 5Gയുടെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ ഇരിക്കുന്നത് 6GB 128GB മിറേജ് ബ്ലൂ എന്നുണ്ട് കളറാണ്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ അൺബോക്സ് ചെയ്യാം. ഓക്കെ, വാവ്. സോ പവർഡ് ബൈ റെഡ്മി എന്നൊരു ബോക്സിങ് കിട്ടുന്നുണ്ട്. ആൻഡ് ഡയറക്റ്റ് നമുക്ക് ഫോൺ കിട്ടുന്നുണ്ട്. സോ ഓക്കെ, ഇതാണ് മിറേജ് ബ്ലൂ. നമുക്ക് നോക്കാം. ആൻഡ് ബിഫോർ ദാറ്റ് നമുക്ക് ബോക്സിൽ എന്താ കിട്ടുന്നത് നോക്കാം. സോ 67 വാട്ടിൻ്റെ അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. ദെൻ ദ ടൈപ്പ് സി ഡാറ്റ കേബിൾസ് കിട്ടുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൾ. ആൻഡ് ദെൻ നമുക്ക് ആ ബോക്സിൽ എന്താ കിട്ടുന്നത് നോക്കാം. നമ്മുടെ സിം ഇജക്ടർ ടൂള്, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഒരു കേസ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഒരു നല്ല കേസാണ്, ട്രാൻസ്പെറൻറ്റ് കേസാണ് തന്നെ. സോ എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഫോണിട്ട് വരാം. സോ ഗൈസ്, ഹിയർ ഈസ് ദ ഫോൺ. സോ നമുക്ക് ഫസ്റ്റ് തന്നെ അൺറാപ്പ് ചെയ്യാം. ഓക്കെ, സോ ഒരു ഗ്ലോസി ടൈപ്പ് ഒരു സെറ്റപ്പാട്ടോ. നമ്മുടെ ഈ വെള്ളത്തിലൊക്കെ കാണുന്ന ഒരു സെറ്റപ്പ് പോലാണ്ടത്. ഭയങ്കര ഒരു 3D എഫക്റ്റ്, എന്തൊക്കെയോ സംഭവങ്ങളോട് മിന്നി മാറിയുണ്ട്. ഓക്കെ, സോ ആൻഡ് ഫ്രണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൻ്റെ ഇൻ ഹാൻഡ് ഫീൽ നമ്മുടെ ഒരു ബോക്സി ഡിസൈനാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാണ് അതിന്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഒരു തിക്നെസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും 8.1 mm ആണ് തിക്നെസ് വരുന്നത്. ആൻഡ് വെയിറ്റ് 202 grams ആണ് നമുക്കിതിൻ്റെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം ഈവൻ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫോൺ വരിക. ആൻഡ് ഡിസൈൻ സബ്ജക്റ്റീവ് ആണ്. എനിക്ക് ആ ബാക്കിലത്തെ ഇച്ചിരി ഓവർ ഫാൻസി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് കേസ് ഇട്ട ലുക്ക് കാണിക്കാം. ഓക്കെ, കേസ് ഇടുമ്പോൾ നമുക്ക് ഫിറ്റ് ആണ് നല്ലതായിട്ട്. സോ ഗൈസ്, ഇതാണ് കേസ് ഇടുമ്പോൾ. കേസ് ഇട്ടാലും നമുക്ക് ആ ഒരു ഗ്ലോസിനെസ്, ആ ഫാൻസിനെസ് ഉണ്ട്. സോ സബ്ജക്റ്റീവ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റെൽത്ത് ബ്ലാക്ക് എന്നുള്ള വേറെ കളേഴ്സ് ഉണ്ട്, കുറച്ചും കൂടെ ന്യൂട്രൽ കളേഴ്സൊക്കെ ആയിട്ടാണെങ്കിൽ അതുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ്. സോ നമുക്ക് ഫോണിൽ ഫസ്റ്റ് ബൂട്ടപ്പ് ചെയ്യാം. മീൻവൈൽ നമുക്ക് പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കാം. സോ നമുക്കിവിടെ നമ്മുടെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, സിം ഇജക്ടർ ടൂള്, USB ടൈപ്പ് സി വരുന്നുണ്ട്. ആൻഡ് വാവ്, നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്, സ്പീക്കർ 2 വരുന്നുണ്ട്. പിന്നെ നമുക്ക് IR ബ്ലാസ്റ്റേഴ്സ് വരുന്നുണ്ട്. സോ എവറിത്തിങ് ഈസ് ഹിയർ. ആൻഡ് നമ്മുടെ ബാക്കി ക്യാമറ മൊഡ്യൂൾസ്, പിന്നെ നമുക്ക് ലെഫ്റ്റ് കംപ്ലീറ്റ്ലി നീറ്റാണ്. ആൻഡ് ഓൺ ദ റൈറ്റ് നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, പവർ ബട്ടൺ എംബഡഡ് ആയിട്ടാണ് വരിക. ഓക്കെ, ആൻഡ് നമ്മുടെ വോളിയം ബ്രോക്കേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇഞ്ച് സെറ്റപ്പ് ചെയ്യാം. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ നോട്ട് 11 പ്രോ പ്ലസിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ 6.67 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. കണ്ടോ, 6.67 ഇഞ്ച്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 1200 നിറ്റ്സ് ആണ് എൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു വീഡിയോ ആയിട്ട് പോവാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നോട്ട് 11 പ്രോ പ്ലസിൻ്റെ ഡിസ്പ്ലേ. സോ 6.67 ഇഞ്ച് സൂപ്പർ ആമോലെഡ് ആണ് ഡിസ്പ്ലേ വരുന്നത്. 1080x2400, അതായത് ഫുൾ എച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. 395 ppi വരുന്നുണ്ട് നമുക്ക്. ആൻഡ് നമ്മൾ കളേഴ്സ് നോക്കുമ്പോൾ അത്യാവശ്യം ഷാർപ്പ് ആൻഡ് വൈബ്രൻറ്റ് കളേഴ്സ് തന്നെയാണ് വരിക. ഓക്കെ, ഒന്ന് ക്ലോസ് ആകാം. കണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അടുക്കൻ അമോലെഡ് ഡിസ്പ്ലേ ആണ്. ഓക്കെ, സോ ഈ ആ ഒരു സെഗ്മെൻറ്റ് പ്രൈസിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് വരിക. ആൻഡ് അത്യാവശ്യം ദാറ്റ് മീൻസ് എന്താ പറയുക, നമ്മുടെ കളർ ആക്യുറസി, ദാറ്റ് മീൻസ് ഷാർപ്നെസ്, വിവിഡ്നെസ് ഒക്കെ ഉണ്ട് ആ ഡിസ്പ്ലേക്ക്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കുന്ന ഓഡിയോയുടെ കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ മ്യൂസിക് ആൻഡ് ഓക്കെ, നൈസ്, അടിപൊളിയാണ്. സോ ഈ സ്പീക്കേഴ്സ് ആൻഡ് ഓഡിയോ
അടിപൊളി സ്പീക്കേഴ്സ് ആൻഡ് ഓഡിയോ ആണ് നമ്മുടെ നോട്ട് 11 Pro Plus എന്ന്. പിന്നെ വേറെ കാര്യമുണ്ട് ഗൈസ്, നമ്മുടെ ഇതിൻ്റെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അത്യാവശ്യം റിഫൈൻഡ് ഹാപ്റ്റിക്സ് ആണ്. നമ്മുടെ നോർമൽ വൈബ്രേഷൻ ഹാപ്റ്റിക്സ് അല്ല, അത്യാവശ്യം റിഫൈൻഡ് ഹാപ്റ്റിക്സ് ആണ് വരിക. സോ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ആക്സസ് ലീനിയർ മോട്ടറാണ് വരിക. സോ അതും അടിപൊളിയാണ്. സോ നമ്മൾ പറഞ്ഞ പോലത്തെ 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഡിസ്പ്ലേ നല്ലതാണ്, ഓഡിയോ നല്ലതാണ്, അതുപോലെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 120 ഹെർട്സും ടച്ച് സാമ്പിളിംഗ് റേറ്റ് 360 ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇത് ടച്ച് മൾട്ടി ടെസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. സോ നമുക്കിപ്പോൾ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ മാക്സിമം 300 ആൻഡ് 400 ടച്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ 400 മൈനസ് നമ്മുടെ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് ആണ് നമുക്ക് അപ്രോക്സ് വരിക. ഡിസ്പ്ലേ നമുക്ക് സ്ക്രീൻ റീഫ്രഷ് റേറ്റ് എത്ര നോക്കാം. സോ 60 ആണ്. സോ 400 മൈനസ് 60 അപ്രോക്സിമേറ്റ്ലി ഒരു 340 ഹെർട്സ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്, കറന്റ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് കമ്പനി ക്ലെയിം 360 ആണ്. സോ ഓൾമോസ്റ്റ് ക്ലോസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഇപ്പോൾ 120 ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കാം. ഉണ്ടോ ഇപ്പോൾ അപ്രോക്സ് നിയർലി 460 അടുത്ത് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് 460 മൈനസ് 120 ആയിരിക്കും നമുക്ക് കിട്ടും. അപ്പോഴും കറക്റ്റായിട്ട് 340 ഹെർട്സ് അപ്രോക്സിമേറ്റ്ലി 340 അറൗണ്ട് ആണ് നമുക്ക് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. സോ അതും നല്ലതാണ്. സോ ഇതിൻ്റെ കാര്യത്തിൽ നമ്മുടെ സ്പീക്കേഴ്സ്, ഡിസ്പ്ലേ, അതേപോലെ തന്നെ നമ്മുടെ ദാറ്റ് മീൻസ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, ടച്ച് സാമ്പിളിംഗ് റേറ്റ് എല്ലാം അടിപൊളിയാണ്. നോട്ട് 11 Pro Plusന്റെ പ്രൊസറിലേക്ക് വരും. സോ സ്നാപ്ഡ്രാഗൺ 695 ഒരു 5G ചിപ്പ്, ഒരു 6 നാനോമീറ്റർ ഉണ്ടായിരിക്കുന്ന ഒരു പ്രൊസറാണ് വരിക. ആൻഡ് അഡ്രനോ 619 ആണ് ഇതിന് GPU വരുന്നത്. ആൻഡ് നമ്മളിപ്പോൾ ഇതിൻ്റെ UFS സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ UFS 2.2 ആണ് സ്റ്റോറേജ്. ആൻഡ് റാം ടൈപ്പ് LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. ആൻഡ് ഒരു കാര്യം, നമുക്ക് 2GB എക്സ്റ്റൻഡ് പെൻ ഇരിക്കുന്നത് 6GB 128GB ആണ്. സോ ഇതിനകത്ത് നമുക്കൊരു 2GB എക്സ്റ്റൻഡ് റാമുകൾ നമുക്ക് വരുന്നുണ്ട്. സോ ഓൾ സ്പെക്സ് നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം. 2GB, the system will extend RAM by 2GB. സോ ഇൻറ്റർണൽ 2GB യൂസ് ചെയ്തിട്ട് ഒരു എക്സ്റ്റേണൽ റാം എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇതിനകത്ത് ഗെയിമിംഗ് ആയിട്ടാണ് ലിക്വിഡ് കൂൾ ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഈ പ്രൊസസ്സർ എനിക്ക് തോന്നുന്നു കുറച്ച് ഒപ്റ്റിമൈസേഷൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. അത് മാത്രമല്ല വേറെ കാര്യം, നമുക്ക് ക്യാമറയായിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ നെക്സ്റ്റ് മൂവ് ടു ദ ക്യാമറ. സോ 108 MB മെയിൻ ക്യാമറ ആണ് നമുക്ക് വരുന്നത്. പിന്നെ ഒരു 8 MB അൾട്രാ വൈഡ്, പിന്നെ ഒരു 2 MB മാക്രോ, പിന്നെ ഒരു 16 MB സെൽഫി ഷൂട്ടറാണ് നമുക്ക് വരിക. ആൻഡ് ക്യാമറാസിൻ്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് വീഡിയോ ആണ്. അതിനകത്ത് വീഡിയോയ്ക്കകത്ത് എനിക്ക് മാക്സിമം ആ കിട്ടുന്നത് 1080p അറ്റ് 30 FPS ആണ് മാക്സിമം റെക്കോർഡിങ്ങിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ കിട്ടുന്നത്. പിന്നെ 720p ആയാലും 30 FPS 60 FPS ഓപ്ഷനേ വരുന്നില്ല. സോ അത് പ്രൊസസ്സറായി ഡിപ്പെൻഡ് ചെയ്ത കാര്യമാണ്. സോ എനിക്ക് അതിനകത്തൊരു ബാഡ് അടിച്ചു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ക്വിക്കായിട്ട് കാണിച്ചു തരാം. കുഴപ്പമില്ല, ഒരു ഓവറോൾ നൈസ്. കളേഴ്സൊക്കെ ഇച്ചിരി സാച്ചുറേറ്റഡ് കളേഴ്സാണ് ആ സെമ്മൈ. അത് മാക്രോ മോഡാണ്, അത്യാവശ്യം യൂസ്ഫുൾ മാക്രോ മോഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് ഇടുന്നത്, അത്യാവശ്യം ക്ലോസ് ആണെങ്കിൽ തന്നെ. ഇതൊരു അൾട്രാ വൈഡ് ഷോട്ടാണ്. ആൻഡ് ഇത് കണ്ടോ, അത്യാവശ്യം കളേഴ്സൊക്കെ ഇച്ചിരി പഞ്ചി കളേഴ്സാണ് കേട്ടോ കാര്യം പറയുന്നത്. അപ്പം നോർമലി വെച്ച് നോക്കുമ്പോൾ ഒരു ഇച്ചിരി ഷാർപ്പൻഡും ഇച്ചിരി ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് വരിക. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ 108 MB മാക്സിമം റെസൊല്യൂഷൻ മോഡിൽ എടുത്തൊരു ഫോട്ടോയാണ്. ഉണ്ടോ, സ്വിച്ച് ടു 108 MB പ്രിവ്യൂ. അത്യാവശ്യം ക്ലോസ് ടു സബ്ജക്റ്റ് ആവാനുള്ളൊരു സെറ്റപ്പ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം റിയലി ക്ലോസ് സബ്ജക്റ്റ് കേട്ടോ. പിന്നെ അത് ഇമേജ് ആയാലും ഒരു പ്രൊസസ്സറിൻ്റെ ഒരു ഇതും കൊണ്ടാണ് തോന്നുന്നു കുറച്ചൊരു ടൈം എടുക്കേണ്ടത്. മീൻസ് അതിന് പ്രോസസ്സായി വരാനൊക്കെ ആയിട്ട് പെട്ടെന്നൊരു ഫോട്ടോ എടുത്താലും ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. പ്രിവ്യൂവിൽ നമ്മളെ ഫോട്ടോ കാണുന്ന ഒരു ടൈം അത്യാവശ്യം നല്ല രീതി എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് ഒപ്റ്റിമൈസേഷൻ ഉണ്ടാകുമ്പോൾ ശരിയാവും തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളെ കളേഴ്സൊക്കെ നോക്കിയറിയാം, ഇച്ചിരി നല്ല ഗ്രീനൊക്കെയാണ്, നല്ല ഷാർപ്പ് ഗ്രീനും യെല്ലോസൊക്കെ ഇച്ചിരി ഡീപ്പ് യെല്ലോസാണ് വരിക. സോ ഓവറോൾ കുഴപ്പമില്ല. ഇതിൻ്റെ വീഡിയോ സൊല്യൂഷൻ Redmi Note 11 Pro Plusന്റെ എന്നുള്ള ഓപ്ഷനെ കിട്ടില്ല. സോ ഓക്കെ, വീഡിയോ സൊല്യൂഷൻ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പോരാ. അതിൽ അത്യാവശ്യം ലൈറ്റ് ഷെയ്ക്സ് ഉണ്ട് നമുക്ക്, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. ബട്ട് ഒരു മോഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല അവർ. ദാറ്റ് മീൻസ് അൾട്രാ സ്റ്റഡി മോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോർമൽ ഒരു സ്റ്റെബിലൈസേഷൻ മോഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു സോഫ്റ്റ്വെയർ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനുണ്ടെന്ന് തോന്നുന്നു, കുറച്ചുകൂടി അടിപൊളി ആക്കാനായിട്ട്. ക്യാമറ സെഗ്മെൻറ്റ് ഓക്കെ എന്ന് പറഞ്ഞൊരു ക്യാമറ സെഗ്മെൻറ്റേ ഉള്ളൂ. പിന്നെ 108 MB റെസൊല്യൂഷൻ മോഡൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അടിപൊളിയായിരിക്കും. ഓക്കെ, പിന്നെ സെൽഫി ഷൂട്ടറല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെൽഫി ഷൂട്ടറാണ്. റെഡ്മി നോട്ട് 11 Pro Plusന്റെ റിയർ ക്യാമറ വീഡിയോ സൊല്യൂഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് 2 ഓപ്ഷൻസ് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. ദറ്റ് മീൻസ് 1080p at 30 FPS ആൻഡ് 720p. ദറ്റ് മീൻസ് ഫുൾ HD at 30 FPS അതുപോലെ തന്നെ HD at 30 FPS കിട്ടുന്നുള്ളൂ. അല്ലാണ്ട് 60 FPS എന്നുള്ള ഓപ്ഷനേ കിട്ടുന്നില്ല വീഡിയോയിൽ. പിന്നെ എക്സ്ട്രാ സ്റ്റെബിലൈസേഷന് വേണ്ടി എക്സ്ട്രാ മോഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. സോ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ നിന്ന് ഓടി നോക്കാം. ഇൻ 3, 2, 1 and go.
നൗ നെക്സ്റ്റ് മൂവിങ് ടു ദ ബാറ്ററി 5000 mAh ബാറ്ററിയാണ് വരിക, 67 വാട്ടിൻ്റെ ചാർജാണ്. സോ ആ സെഗ്മെൻറ്റും കുഴപ്പമില്ല. പിന്നെ 5G ജസ്റ്റ് പേരിന് വേണ്ടിയുള്ള 5G ഇല്ല, 7 5G ബാൻഡ്സും വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡിലാണ് വരിക. അതെ ഉണ്ടോ, റാപ്പിഡ് ഫാസ്റ്റ് ഒന്നുകൂടെ കാണിച്ചില്ല. ഇൻ 3 2 1 ആൻഡ് ഗോ. ഉണ്ടോ, 3 2 1 ആൻഡ് ഗോ, 3 2 1 ആൻഡ് ഗോ. ഉണ്ടോ, റാപ്പിഡ് ഫാസ്റ്റ് ആണ്. ഇനി ഫേസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇൻ 3 2 വേറെ ചെയ്യാം. 3 2 1 ആൻഡ് ഗോ. ഉണ്ടോ, ടിക്കായി. ഞാൻ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യണ ഈസിനെസ് ആക്കാം. സോ ഇട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ കൈ യൂസ് ചെയ്യാം. ഉണ്ടോ, ഇൻസ്റ്റൻ്റ് ആണ്. ഞാൻ വൺസ് അഗെയിൻ ഇൻ 3 2 1 ആൻഡ് ഗോ. ആണോ, റാപ്പിഡ് ഫാസ്റ്റ് ആണ്. സോ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയാലും ഫേസ് റെക്കഗ്നിഷൻ ആയാലും പക്കയാണ്. പിന്നെ 5G ബാൻഡ്സ് ആയാലും ഉണ്ട്. സോ ഓവറോൾ ഈ ഫോണിന് അതെനിക്ക് ഇഷ്ടപ്പെടാനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഡിസ്പ്ലേ, ഓഡിയോ, ദാറ്റ് മീൻസ് ഹാപ്റ്റിക് വൈബ്രേഷൻസ് കാര്യങ്ങൾ, പിന്നെ അത് മാത്രം വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ്, ദാറ്റ് മീൻസ് നമുക്ക് ബാക്കിൽ ഗ്ലാസ് ആണ് വരിക. കണ്ടോ, ബാക്കിൽ ഗ്ലാസ് ആണ്. ഓക്കെ, ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് കോണിംഗ് ഗോറില്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. പിന്നെ വേറെ കാര്യം മിസ്സായി പോയ IP53 ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് ആണ് വരിക. സോ ആ കാര്യം ദാറ്റ് മീൻസ് ബിൽഡ് ആൻഡ് ഡിസൈൻ ഓക്കെ. കോഡിംഗ് ഗ്ലാസ് 5, IP റേറ്റിംഗ് 8.1 mm, 202 grams വെയിറ്റ് ഓക്കെയാണ്. സോ ഡിസ്പ്ലേ, സ്പീക്കേഴ്സ്, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കാര്യങ്ങൾ, പിന്നെ അത് മാത്രമല്ല ബിൽഡ് ഓക്കെയാണ്. പിന്നെ പ്രൊസസ്സർ ആയിട്ട് വരുമ്പോൾ എനിക്ക് ജസ്റ്റ് ഓക്കെ എന്നുള്ള രീതിയിൽ പ്രൊസസ്സർ, ആൻഡ് ക്യാമറാസ് ആയാലും ഓക്കെ. ദാറ്റ് മീൻസ് ആ ഒരു സെഗ്മെൻറ്റിനെ ജസ്റ്റ് ഡിഫൈൻ ചെയ്യുന്ന രീതിയിലൊരു ക്യാമറാസ്, ആൻഡ് ബാറ്ററി ആൻഡ് ചാർജിങ് അടിപൊളി. സോ എൻ്റെ ഒരു പ്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാണ്. കോൺസിനകത്ത് കോൺസായിട്ട് എനിക്കൊന്നും എടുത്തു പറയേണ്ട കോൺസ് അല്ല. ദാറ്റ് മീൻസ് ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തോന്നിയത് പ്രൊസസ്സർ, ക്യാമറ, ആ സെഗ്മെൻറ്റിനകത്ത് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ്, എസ്പെഷ്യലി വീഡിയോയുടെ കാര്യത്തിൽ 1080p ആയിട്ട് 60fps ഇപ്പോഴത്തെ നോർമൽ ഫോൺസ് വരുന്ന സംഭവമാണ്. അത് മിസ്, അതൊരു മേജർ ഡ്രോബാക്ക് ആണ് ആക്ച്വലി വീഡിയോ റെക്കോർഡിംഗ് ഉള്ളവർക്കൊക്കെ. ഓക്കെ, സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓവറോൾ എനിക്ക് ഫോൺ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ഒപ്റ്റിമൈസേഷൻ്റെ ആവശ്യമുണ്ട്. ഇച്ചിരി ഒരു ലാഗി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ലൈറ്റായിട്ട്. ദാറ്റ് മീൻസ് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നില്ല. ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ്റെ ആയിരിക്കും. ഇച്ചിരി ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് വാമുമായിരുന്നു ചെറുതായിട്ട്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓവറോൾ സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഒപ്റ്റിമൈസേഷൻ കഴിയുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.